എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വീണ്ടും ഒരു ഓണക്കാലത്തെ നേരിടുകയാണ്. ഒരു ഓണക്കാലം അനുഭവിക്കാൻ പോവുകയാണ്. ഇത്തവണ അത്ര വലിയ സന്തോഷമുള്ളൊരു ഓണക്കാലമല്ല നമുക്ക് ആർക്കും തന്നെ. കാരണം ഇപ്പോഴും മഴ തുടരുകയാണ്. ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമുക്കറിയാം, നമ്മുടെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നമ്മളോട് വിട പറഞ്ഞ് ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ധനവും വീടും പുരയിടവും എല്ലാം നഷ്ടപ്പെട്ട് കഷ്ടത അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും അത്ര വലിയൊരു സന്തോഷം ഒന്നും ഉള്ള ഓണം അല്ല ഇത്തവണ. ഇന്ന് ചോതി നക്ഷത്രമാണ്. അതായത് ഓണം തുടങ്ങിയിട്ട് മൂന്നാമത്തെ ദിവസമാണ് ഇന്ന്. ഓടി നടക്കാനും കോടിയെടുക്കാനും വേണ്ടിയുള്ള ഒരു നക്ഷത്രം. അങ്ങനെ അതിൻ്റെ ദിവസത്തെക്കുറിച്ച് പ്രത്യേകതകളൊക്കെ ഇപ്പോൾ നമുക്കാർക്ക് അറിയാം. അപ്പോൾ ഈ ഓടിയെടുക്കാനും കോടി എടുക്കാനും ഉള്ള ഒരു ദിവസമായ ചോതി ദിനത്തിൽ എല്ലാവരെ കൊണ്ടും ഈ കോടിയെടുക്കലും ഓടി നടക്കലും സാധ്യമാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എനിക്ക് കിട്ടുന്ന ഉത്തരം. ഈ കോടിയെടുക്കൽ ചില വിഭാഗം ആളുകളെ കൊണ്ട്, അല്ലെങ്കിൽ കുറച്ച് ആളുകളെ കൊണ്ട് സാധിക്കും. ഓടി നടക്കലാണ് ബാക്കി ഇപ്പം നമ്മുടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു നല്ലൊരു സംഭവം, നല്ലൊരു കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞുതരാം. ഓണത്തിന് ബോണസ് 4000 രൂപയും ഉത്സവ ഭത്ത 2750 രൂപയും അനുവദിച്ചിരിക്കുന്നു. അത് എത്ര കഷ്ടനഷ്ടങ്ങൾ സഹിച്ചിട്ടായാലും അത് കൊടുക്കണം എന്നാണ് തീരുമാനം. അത് ആർക്കാണ് കൊടുക്കുന്നത്, ഞാൻ ആ വാർത്തയൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഓണത്തിന് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും 4000 രൂപ ബോണസ്. ബോണസിന് അർഹതയില്ലാത്തവർക്ക് ഉത്സവ ഭത്തയായി 2750 രൂപ നൽകുമെന്നും മന്ത്രി അറിയിച്ചു. സർവീസ് പെൻഷൻകാർക്കും പങ്കാളിത്ത പെൻഷൻകാർക്കും ഉത്സവ ഭത്തയായി 1000 രൂപ നൽകും. സർക്കാർ ജീവനക്കാർക്ക് ഓണം അഡ്വാൻസായി 20,000 രൂപ അനുവദിക്കും. പാർട്ട് ടൈം കണ്ടിജന്റ് ഉൾപ്പെടെയുള്ള മറ്റ് ജീവനക്കാർക്ക് അഡ്വാൻസ് 6000 രൂപ. കഴിഞ്ഞ വർഷം ഉത്സവ ഭത്ത ലഭിച്ച കരാർ സ്കീം തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജീവനക്കാർക്കും അതേ നിരക്കിൽ ഈ വർഷവും ലഭിക്കും. കേന്ദ്ര നയങ്ങൾ മൂലം അങ്ങനെ ഉള്ള പ്രശ്നങ്ങളുടെ ഓണം ആനുകൂല്യങ്ങൾ ഒരു കുറവും വരുത്തരുതെന്നാണ് സർക്കാർ തീരുമാനമെന്ന് മന്ത്രി പറഞ്ഞു. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്, എൻ്റെ ഒരു ചെറിയ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ, നമ്മൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുന്നത് 3% താഴെ വരുള്ളൂ. ബാക്കി ഈ ബോർഡുകൾ, കോർപ്പറേഷനുകൾ, ബാക്കി പെൻഷൻകാരെല്ലാം കൂടെ കൂടിയാലും ഈ പറയുന്ന ഒരു 10% താഴെ ആളുകളെ ഈ ഗണത്തിൽ വരുള്ളൂ. അപ്പോൾ അവർക്കാണ് ഈ 4000 രൂപയും, ഇല്ലെങ്കിൽ അതിന് അർഹതയില്ലാത്തവർക്ക് 2750 രൂപയും ബോണസും ഒക്കെ ആയിട്ട് കൊടുക്കുന്നു. ഉത്സവത്തെ കൊടുക്കുന്നു. പെൻഷൻകാർക്ക് 1000 രൂപ വെച്ച് ഉത്സവത്തെ കൊടുക്കുന്നു. ഇതൊക്കെ നല്ല കാര്യമാണ്, കൊടുക്കേണ്ടതാണ്. പക്ഷേ ഈ 10% ഒഴിച്ച് ബാക്കി സാധാരണക്കാരായിട്ടുള്ള പാടത്ത് പണിയെടുക്കുന്ന, ഓട്ടോറിക്ഷ ഓടിക്കുന്ന, തെങ്ങ് കയറി ജീവിക്കുന്ന, റബ്ബർ ടാപ്പ് ചെയ്ത് ജീവിക്കുന്ന, സമൂഹത്തിൽ വിവിധ ജോലികൾ ചെയ്ത് ജീവിക്കുന്ന വളരെയധികം ആളുകളുണ്ട്. അതിനിടയ്ക്ക് പണക്കാരില്ലെന്നിട്ടുണ്ട്. അവർക്ക് ഈ ബോണസിൻ്റെയും ഇതിൻ്റെയൊന്നും ആവശ്യമില്ല. നമുക്കറിയാം, ഇതിനിടയ്ക്ക് വൃദ്ധരായിട്ടുള്ള ഒരു കുറേ അധികം ആളുകളുണ്ട്. 55 ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ 1600 രൂപ വെച്ച് മാസം. അവർക്ക് 2 മാസത്തെ കുടിശ്ശിക ഇപ്പം തീർത്തു കൊടുക്കുമെന്ന് പറയുന്ന ഓണത്തിന് 2 മാസത്തെ, അതായത് 3200 രൂപ. അവർക്ക് 6 മാസം കുടിശ്ശിക കൊടുക്കാനുള്ളപ്പോഴാണ് ഈ 3200 കൊടുക്കുന്നത്. അപ്പോൾ ഈ പാവങ്ങൾക്ക് അവർക്ക് വേറൊരു മാർഗ്ഗവും ഇല്ല. അവർക്ക് ശമ്പളം കിട്ടാനില്ല. ശമ്പളം കിട്ടാനുള്ളവർക്കാണ് ഈ 4000 രൂപ ബോണസ് കൊടുക്കുന്നതും, ഇല്ലെങ്കിൽ 2700 വരെ ഉത്സവത്തെ കൊടുക്കുന്നതും, ഇല്ലെങ്കിൽ അവർക്ക് ഓണം അഡ്വാൻസ് ആയിട്ട് 20,000 കൊടുക്കുന്നതും. ഇത് ആഴ്ചയിൽ ഒരു പണി പോലും ഇല്ലാതെ നടക്കുന്ന ആളുകൾക്ക് ആരും അഡ്വാൻസും കൊടുക്കാനില്ല, ആരും ബോണസും കൊടുക്കാനില്ല, ആരും ശമ്പളവും കൊടുക്കാനില്ല. ഇനി 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്താണ് ഈ 2 മാസത്തെ 3200 രൂപ. അതായത് ഇവർക്ക് കൊടുക്കുന്ന ബോണസിൻ്റെ തുക പോലും ഇവർക്ക്, ഈ സാധാരണ ജനങ്ങൾക്ക്, പെൻഷൻകാർക്ക് അവർക്ക് കൊടുക്കുന്നില്ല. പെൻഷൻകാർക്ക് അതെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കും. ഇതിലൊന്നിലും പെടാത്ത കുറേ ആളുകളുണ്ട്. ഈ തൊഴിലുറപ്പ് പോലെയുള്ള കാര്യങ്ങളിൽ അതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ആളുകൾ. നമുക്കറിയാം, വർഷത്തിൽ 100 പണിയാണ് അവർക്ക് കൊടുക്കുമെന്ന് പറയുന്നത്. അതിനകത്തൊരു സുതാര്യതയൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പം അങ്ങനെ ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാത്ത ഒരു വിഭാഗം ആളുകൾ നിൽക്കുമ്പോൾ ഈ ജീവിതത്തിൻ്റെ സർവ്വ സുഖലോലുപതകളിലും, അത് എന്തൊക്കെ കാരണം, PSC ചെയ്തതായിക്കോട്ടെ, സ്വകാര്യ നിയമനം ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ കൈക്കൂലി കൊടുത്ത് കയറിയതായിക്കോട്ടെ, ഈ ഏത് കാരണം കൊണ്ടായാലും ഒരു സർക്കാർ ജോലി ലഭിച്ചു, ഇല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാരണം കൊണ്ട് അവരുടെ ജീവിതം വീണ്ടും വീണ്ടും സുഖമായിട്ട് നിൽക്കുമ്പോൾ താഴെ ഇപ്പോഴും ഈ കോമരന്മാരായിട്ട്, ഏതാ ഒരു പഴയൊരു വാക്കുണ്ടല്ലോ, കോരനെ കുമ്പിളിൽ കഞ്ഞി എന്ന് പറയുന്ന പോലെ കുറേ കോരന്മാരായിട്ടൊരു ജനവിഭാഗം കൂടെ ഉള്ളപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് 2 തരം നീതിയല്ലേ. ഒരു കാലത്ത് നമ്മുടെ അയ്യങ്കാളിയെപ്പോഴുള്ളൊരു സാമൂഹിക ഉച്ചനീചത്വത്തിനെതിരെയൊക്കെ പോരാടിയെങ്കിൽ ഇപ്പം ശരിക്ക് സാമൂഹിക ഉച്ചനീചത്വം എന്ന് പറഞ്ഞാൽ ജാതിപരമായിട്ടോ മതപരമായിട്ടോ ഒന്നുമല്ല. ഇപ്പം ശരിക്കും ഇവിടെ 2-3 തട്ടുള്ള, ഒന്ന് പണക്കാരായിട്ടുള്ളൊരു വിഭാഗം കുറേ, പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അവരുടെ പെൻഷൻകാരുമായിട്ടുള്ളൊരു വിഭാഗം, പിന്നെ സാധാരണ അടിമ ജനങ്ങൾ, സാധാരണ മനുഷ്യർ. അവർക്ക് വേറൊരു മാർഗ്ഗമില്ല, വേറെ കൊണ്ട് പോകാനുമില്ല, വേറെ ആരും ഒന്നും കൊടുക്കാനുമില്ല, ഒരു ബോണസും കിട്ടാനില്ല, ഒന്നും കിട്ടാനില്ല. അവസ്ഥ ഇത് നമ്മൾ ആലോചിക്കേണ്ടതല്ലേ. അപ്പം ഞാൻ പറയുന്നത്, ഈ ഒരു കാര്യത്തിൽ
ഈ ഈ 4000 രൂപ ബോണസ് അവർക്ക് കൊടുക്കുന്നതിൽ നമുക്ക് കുറ്റമൊന്നുമില്ല. ഇപ്പം ഈ ബോണസ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം, ആ ലാഭത്തിൻ്റെ ഒരു വിഹിതമായിട്ടാണ് ബോണസ് കൊടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ എന്നും കടവാന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ധനമന്ത്രി പറയുന്നത് കേട്ടു 3000 കോടി രൂപ കടമെടുക്കുന്നു. എന്തിനായി? ഇവർക്ക് പെൻഷനും ശമ്പളവും കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ പെൻഷനും ശമ്പളവും കൊടുക്കാൻ വേണ്ടി മാത്രം ഈ കടങ്ങൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഈ കടം വീട്ടാൻ ഈ ബാധ്യതയുള്ള ഈ സാധാരണ പൊതുജനം, ഈ നികുതി അടയ്ക്കുന്ന സാധാരണ ജനം, അവരോടുള്ള അടയ്ക്കാൻ അവർ ഇല്ലായ്മയിൽ നിന്നും അവരെടുത്ത് അവർക്കും കൊടുക്കേണ്ട എന്തെങ്കിലും എന്നല്ല, ഇവർക്ക് തുല്യതയായിട്ട് കൊടുക്കണ്ടേ. ഇപ്പം 4000 രൂപ വേണ്ടാന്ന് വെച്ചിട്ട് ഇപ്പം ഈ പെൻഷൻ കൊടുക്കാനുള്ള ആൾക്കാർക്കുള്ള കുടിശ്ശികകളും കൊടുത്തുവിട്ട് എന്നിട്ട് ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാർക്ക്, ഇല്ലെങ്കിൽ തൊഴിലുറപ്പ് ജോലി ചെയ്യുന്ന ആളുകൾക്ക്, ഇല്ലെങ്കിൽ സ്ഥിര വരുമാനം ഇല്ലാത്ത ആളുകൾക്ക് അവർക്ക് സൗജന്യ കിറ്റ് പോലെയല്ല, അവർക്കൊരു ഓണ സമ്മാനമായിട്ട്, ഇല്ലെങ്കിൽ ഓരോ ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ അവർക്കൊരു സമ്മാനമായിട്ട് ഇത്ര രൂപ, ഒന്നെങ്കിൽ റേഷൻ കാർഡ് വഴിയോ, ഇല്ലെങ്കിൽ വില്ലേജ് ഓഫീസ് വഴിയോ, അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസ് വഴിയോ, ഒരു റേഷൻ കാർഡിന് ഇല്ലെങ്കിൽ ഒരു കുടുംബത്തിന് ഇത്ര രൂപ ഓണം അഡ്വാൻസ്, അത് കൊടുത്താൽ എന്ത് സന്തോഷമായിരിക്കും. ഈ നാട്ടിൽ എല്ലാവരും ആ പൈസ ഉടനെ സർക്കാരിലേക്ക് അതിന് തിരിച്ചു ചെല്ലും. കാരണം അത് ആരും കൊണ്ട് സൂക്ഷിച്ച് വെക്കില്ലേ പണമൊന്നും. കാരണം അവരില്ല, അവർ മാർക്കറ്റിലേക്ക് ആ പണം ഇറക്കുന്നു, അതിൻ്റെ ടാക്സ് ആയിട്ട് പല രീതിയിൽ സർക്കാരിന് തിരിച്ചു കിട്ടും. പക്ഷേ ഈ കുന്നിന്മേൽ കുന്ന് പോലെ കയറ്റി വെച്ചിരിക്കുന്ന ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരിലെ പെൻഷൻകാർ വഴി ഈ പൈസ അട്ടിട്ട് വെച്ചേക്കില്ല, എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അതൊന്നും മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നില്ല. പക്ഷേ ഈ പൈസ സാധാരണക്കാരിലേക്കും കൂടി എത്തുന്ന ഒരു സംവിധാനമല്ലേ നമുക്ക് ആലോചിക്കേണ്ടത്? അതല്ലേ നമ്മുടെ നാടിന് ഇപ്പോൾ അത്യാവശ്യം എന്നൊന്ന് ആലോചിച്ച് നോക്കി. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഒരു കണ്ണീരിൽ കുതിർന്ന ഓണാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.